നമസ്കാരം. രാമഗീതങ്ങൾ നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ ധാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ധിമധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മി മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. രാമായണം ശ്രീരാമന്റെ ചരിതമാണ്. അപ്പോൾ ആരാണ് ശ്രീരാമൻ? വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ തന്നെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ എന്നെ ദശരഥപുത്രനായ മനുഷ്യനായിട്ടാണ് കാണുന്നത്. രാമായണ ആരംഭത്തിൽ വാൽമീകി സർവഗുണസമ്പന്നനായ മനുഷ്യനെക്കുറിച്ച് നാരദനോട് ചോദിക്കുമ്പോൾ മാതൃകാ പുരുഷോത്തമൻ എന്ന നിലയിലാണ് നാരദൻ ശ്രീരാമചന്ദ്രനെ അവതരിപ്പിക്കുന്നത്. തുടർന്ന് രാമായണത്തിൽ വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഗസ്ത്യൻ, അത്രി, സുതീക്ഷണൻ തുടങ്ങിയ ഋഷിവൃന്ദം ശ്രീരാമനെ ജഗതീശ്വരനായ വിഷ്ണുവിൻ്റെ അവതാരമായി കാണുന്നു. യോഗികൾ രാമനെ ആത്മസ്വരൂപമായി കാണുന്നു. ഇതെല്ലാം ചിന്തിക്കുമ്പോൾ രാമൻ മാതൃകാ പുരുഷോത്തമനും സർവനിയാമകനായ മഹേശ്വരനും സർവാന്തർയാമിയായ മഹാത്മാവും ഒക്കെയാണെന്ന് സിദ്ധിക്കുന്നു. ഇങ്ങനെയെല്ലാമുള്ള രാമൻ്റെ സ്വരൂപഭാവങ്ങളും ജന്മകർമ്മങ്ങളും ഗുണഗണങ്ങളുമാണ് രാമായണം വർണ്ണിക്കുന്നത്. അതുകൊണ്ട് രാമായണം ആസ്വദിക്കുന്നവർക്ക് മനുഷ്യത്വ ദർശനവും ഈശ്വരജ്ഞാനവും ആത്മബോധവും ഒക്കെയാണ് പകർന്നു നൽകുന്നത്. ഇവയിലൂടെ രാമായണം അനന്തപുണ്യം പകരുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. ഗഭീരേ കാസാരേ വിശതി വിജനേ ഘോരവിപിനേ വിശാലേ ശൈലേ ച ഭ്രമതി കുസുമാർത്ഥം ജഡമതിഃ സമർപ്യൈകം ചേതഃ സരസിജമുമാനാഥ ഭവതേ
सुखेनावस्थातुं जन इह न जानाति किमहो गभीरे कासारे विशति विजने घोरविपिने विशाले शैले च भ्रमति कुसुमार्थं जडमतिः समर्प्यैकं चेतः सरसिजमुमानाथ भवते सुखेनावस्थातुं जन इह न जानाति किमहो. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. തത്വവിചാരമില്ലാത്തവർ ഭഗവത് പൂജയ്ക്കായി ഘോരമായ കാട്ടിൽ പൂവ് പറിക്കാൻ പോകുന്നു. വലിയ പർവ്വത ശിഖരങ്ങളിൽ പുഷ്പത്തിനു വേണ്ടി അലയുന്നു. ആഴമേറിയ തടാകത്തിൽ പുഷ്പത്തെ തേടി പോകുന്നു. ഭഗവാന് മനസ്സാകുന്ന പുഷ്പം അർപ്പിച്ചാൽ ആനന്ദം ലഭിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യർ അവിടെയും ഇവിടെയും അലയുന്നത്? അല്ലയോ ഉമാനാഥ, സ്വസ്ഥമായി ജീവിക്കാൻ മാർഗം അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യർ അത് മനസ്സിലാക്കാതെ അസ്വസ്ഥരാകുന്നത്? ശ്രീ ശങ്കരാചാര്യർ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ഈ ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 8 ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. 9ാം ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. നോക്കൂ. ഗഭീരേ കാസാരേ വിശതി വിജനേ ഘോരവിപിനേ വിശാലേ ശൈലേ ച ഭ്രമതി കുസുമാർത്ഥം ജഡമതി സമർപ്യൈകം ചേതഃ സരസിജമുമാനാഥ ഭവതേ സുഖേനാवस्थातुं ജന ഇഹ ന ജാനാതി കിമഹോ. തീർത്തും ഈശ്വര സമർപ്പണം സാധിക്കാതെ ഈ സംസാരത്തിൽ ഉഴറുന്നതിനെക്കുറിച്ച് പറയുകയാണിവിടെ. നോക്കൂ. ഗഭീരേ കാസാരേ, ഗഭീരമായ അത്യഗാധമായ വളരെയധികം ആഴമുള്ള തടാകത്തിൽ, കാസാരത്തിൽ, കാസാരം തടാകം, വിജനേ ഘോരവിപിനെ, വിജനമായ ഒട്ടും ജനങ്ങളില്ലാത്ത ഘോരമായ കാട്ടിൽ. എങ്ങനെയുള്ള കാട്ടിൽ? വിജനമായ കാട്ടിൽ, ഘോരമായ കാട്ടിൽ. വിശാലേ ശൈലേച്ച, വിശാലമായ പർവ്വത പ്രദേശങ്ങളിൽ. വിശാലമായ പർവ്വത പ്രദേശം എന്ന് പറയുമ്പോൾ പർവ്വത നിരകൾ തീരുന്നില്ല. ഏത് ഭാഗത്ത് പോകണമെന്ന് തിരിച്ചറിയുന്നില്ല. അങ്ങനെയുള്ള പർവ്വത പ്രദേശങ്ങളിൽ വിശതി, പ്രവേശിക്കുന്നു, സഞ്ചരിക്കുന്നു. ആര്? ജഡമതിഹി, ജഡമായ ബുദ്ധിയോടൊത്തവൻ. എന്തിനു വേണ്ടി? കുസുമാർത്ഥം, പുഷ്പത്തിന് വേണ്ടി, പൂ പറിക്കാൻ വേണ്ടിയിട്ട്. ആഴമേറിയ തടാകത്തിൽ എവിടെ പൂ ലഭിക്കാനാണ്? ആഴമേറിയ തടാകത്തിൽ പോകുന്നു പൂ പറിക്കാൻ. വിജനമായ ഘോരമായ കാട്ടിൽ പോകുന്നു. കാട്ടിൽ പൂ ഉണ്ടാവും, അത് ശരിയാണ്, അവിടെ ഇല്ലെന്ന് പറയാനൊക്കില്ല. പക്ഷേ അത് ഘോരമായ കാടാണ്, പോരെങ്കിൽ വിജനമാണ്. അവിടെ പൂ പറിക്കാൻ പോകുന്നത് എന്തിന്? ഇനി ഘോരമായ കാട്ടിൽ പെട്ടുകഴിഞ്ഞാൽ ആ പുഷ്പവും കൊണ്ട് തിരിച്ചു വരാനുള്ള വഴി അറിയോ? തിരിച്ചു വരാൻ സാധിക്കുമോ? അതുപോലെയാണ് വിശാലേ ശൈലേ, അതിവിശാലമായ പർവ്വതനിരകളോടുകൂടിയ പർവ്വതത്തിൽ ചില പുഷ്പങ്ങളൊക്കെ കണ്ടെന്ന് വരാം. പക്ഷേ എന്താണത്? അർത്ഥശൂന്യമാണ്. ഇങ്ങനെയൊക്കെ പുഷ്പം പറിക്കാൻ വേണ്ടി ഇത്തരം പ്രയോഗങ്ങൾ ചെയ്ത് ജനങ്ങൾ കറങ്ങുകയാണ്. എന്തുകൊണ്ട്? ജഡമതിഹി, ജഡമായ ബുദ്ധിയോടൊത്തവരായതുകൊണ്ട്, തത്വനിർണയം സാധിക്കാത്തത് കൊണ്ട്. അഹോ ഏകം ചേതഃ സരസിജം ഭവതേ സമർപ്യോ, ഏകമായ ചേതസ്സാകുന്ന സരസിജത്തെ, പുഷ്പത്തെ, താമരയെ ഭവതേ സമർപ്യ, ഭവാനായിക്കൊണ്ട് സമർപ്പിച്ച്, സുഖേന അവസ്ഥാതും, സുഖമായിരിക്കുന്നതിന്,
കിം ജന ഇഹ ന ജാനാതി, എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇവിടെ അറിയാത്തത്? അഹോ, അവിടെ ഉമാനാഥനെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഹേ ഉമാനാഥ, അല്ലയോ ഉമയുടെ നാഥനായ ഹേ ഭഗവാനെ, എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് സ്വസ്ഥമായിരിക്കാൻ കഴിയാത്തത്? അവരങ്ങുമിങ്ങും അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വസ്തു തേടി വസ്തു ഉള്ളിടത്തും ഇല്ലാത്തിടത്തും അലയുന്നു. ഉള്ളിടത്ത് തന്നെ അത്യന്തം അപകടകരങ്ങളായ സ്ഥലങ്ങളിൽ അലയുന്നു. നേടിയാൽ തന്നെ പ്രയോജനമില്ലാത്ത വിധം അലയുന്നു. എന്തുകൊണ്ട് മനുഷ്യർക്ക് സ്വസ്ഥമായിരിക്കാൻ കഴിയുന്നില്ല? ചോദ്യമാണ്. സ്വസ്ഥമായിരിക്കാനുള്ള മാർഗം പറഞ്ഞു. ഏകം ചേതസരസിജം, ഏകമായ ചേതസ്സാകുന്ന താമരയെ, നമ്മുടെ മനസ്സാകുന്ന താമരയെ ഭവതേ സമർപ്പിയോ, ഭവാനായിക്കൊണ്ട് സമർപ്പിച്ച്, ഭഗവാന് പരമേശ്വരന് സമർപ്പിച്ച്, ആ പാദങ്ങളിൽ നമ്മുടെ മനസ്സിനെ സമർപ്പിച്ച് സുഖേന അവസ്ഥാതും, സുഖമായിരിക്കാൻ സാധിക്കും. ഭഗവാനിൽ മനസ്സ് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആനന്ദമല്ലാതെ മറ്റൊന്നില്ല. അവിടെ മറ്റ് വ്യാകുലതകളില്ല. ദേവതാ പൂജ ചെയ്യണമെങ്കിൽ അങ്ങും ഇങ്ങും പോയി പുഷ്പം പറിക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ തൻ്റെ മനസ്സാകുന്ന പുഷ്പമുണ്ട്. ആ മനസ്സാകുന്ന പുഷ്പം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക വേണ്ടത്. അങ്ങനെ ഭഗവാന്റെ പാദത്തിൽ സ്വന്തം മനസ്സാകുന്ന പുഷ്പത്തെ സമർപ്പിച്ചാൽ സുഖേനവസ്ഥാതും ശക്യം, സുഖമായിട്ടിരിക്കാൻ സാധിക്കും. പക്ഷേ അതെന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് സാധിക്കാത്തേ? ജനയിഹ ന ജാനാതി കിമഹോ, കിം, എന്തുകൊണ്ട്? അഹോ, അത്ഭുതത്തെ സൂചിപ്പിക്കുകയാണ്. ഇത്ര അനായാസേന സ്വസ്ഥമായി ജീവിക്കാനുള്ള മാർഗം കൈവശമായിട്ടും എന്തുകൊണ്ട് ജനങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള ആ ഒരു വ്യാകുലതയാണ് അഹോ എന്ന അത്ഭുത സൂചകമായ ശബ്ദത്തിലൂടെ പറയപ്പെടുന്നത്. അഹോ, ഇതെന്തൊരു അത്ഭുതമാണ്! സുഖമായിട്ടിരിക്കാൻ സാധിക്കും അവനവൻ്റെ മനസ്സാകുന്ന പുഷ്പം ഭഗവാങ്കൽ സമർപ്പിച്ചാൽ. അത് ജനങ്ങൾക്ക് അറിയുന്നില്ല. ന ജാനാതി, അറിയുന്നില്ല. എന്നിട്ടോ ഭഗവാനെ പൂജിക്കാൻ വേണ്ടി പൂ തേടി കാട്ടിൽ പോവുകയാണ്, പർവ്വതങ്ങൾക്കുപരി പോവുകയാണ്, വലിയ തടാകങ്ങളിൽ വീഴുകയാണ് പോയിട്ട്. എന്തിനു വേണ്ടി? പുഷ്പം ശേഖരിക്കാൻ. എന്തിനാണ് പുഷ്പം ശേഖരിക്കുന്നത്? ഭഗവാനെ പൂജിക്കാൻ. തൻ്റെ മനസ്സാകുന്ന പുഷ്പം സമർപ്പിക്കാതെ അങ്ങുമിങ്ങും അലയുന്നു ജനങ്ങൾ. ഇതെന്തൊരു വിലക്ഷണമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് അനായാസേന ഉപാസിക്കാനുള്ള മാർഗം തൻ്റെ മനസ്സാകുന്ന പുഷ്പത്തെ ഭഗവാങ്കൽ സമർപ്പിക്കുകയാണ് എന്നിവിടെ ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ ചെയ്താൽ അതിലൂടെ സ്വസ്ഥതയും ശാന്തിയുമല്ലാതെ മറ്റൊന്നില്ല എന്നും ഉറപ്പിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ താത്പര്യം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ജീവിതത്തിൽ ചില ശീലങ്ങൾ മുടങ്ങുമ്പോൾ നമുക്ക് അസ്വസ്ഥത തോന്നാറുണ്ട്. ആ ശീലങ്ങൾ അത്രമാത്രം നമ്മുടെ മനസ്സിനെ കീഴടക്കിയെന്ന് സാരം. അതുപോലെ പ്രാർത്ഥനയും ജപവുമെല്ലാം നമ്മുടെ ശീലമാകണം. ബാറ്ററി റീചാർജ് ചെയ്യുന്നത് പോലെ മനസ്സിനെ വീണ്ടും വീണ്ടും ഊർജ്ജസ്വലമാക്കുന്നതാണ് ജപവും പ്രാർത്ഥനയും. ജീവിതത്തിൻ്റെ താളം തെറ്റാതെ നമ്മെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ജപത്തെയും പ്രാർത്ഥനയെയും കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ ബ്രഹ്മചാരിണി അമൃത ചൈതന്യ സംസാരിക്കുന്നത്. ഓം അമൃതേശ്വരി നമഃ. അമ്മ പറയുന്നു, ചില ആളുകൾക്ക് കാലത്ത് എണീറ്റാൽ തന്നെ കാപ്പി കുടിക്കണം. ഒരു ദിവസം കുടിക്കാൻ പറ്റില്ലെങ്കിൽ ആകെ അസ്വസ്ഥമാകും. അന്നത്തെ ദിവസം മുഴുവനും പോക്കാവും. ചിലപ്പോൾ വയർവേദന വരും, ചിലപ്പോൾ ബാത്റൂം പോകാൻ പറ്റില്ല, തലവേദന എടുക്കും. കാപ്പി കുടിക്കുന്നതിൻ്റെ അനിവാര്യത്തെ പോലെ ആകണം നമുക്ക് പ്രാർത്ഥനയും ജപവും ധ്യാനവുമെല്ലാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമായി അത് മാറണം. അതില്ലാതെ ആയാൽ അതിൻ്റെ കുറവ് ശരിക്കും ജീവിതത്തിൽ നമ്മൾ അറിയണം. ഈ ലോകത്തിലെ എല്ലാ മതങ്ങളും ഒരുപോലെ എത്തിയിരിക്കുന്ന ഒരു തീരുമാനം ഇതാണ്. നാം ആരാണെന്ന് അറിയണമെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്ന ആ പ്രഭ എന്താണെന്ന് അറിയണമെങ്കിൽ ദൈനംദിനമായിട്ട് തന്നെ ഉള്ളിലേക്ക് തിരിയുവാൻ തയ്യാറാകണം. ദിവസവും കാപ്പി കുടിക്കുന്ന പോലെ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ലൈറ്റ് ഹൗസ് കാവൽക്കാരൻ ഉണ്ടായിരുന്നു. ലൈറ്റ് ഹൗസിലെ എണ്ണവിളക്ക് കത്തിച്ച് കപ്പലുകൾ കല്ലുകളിൽ മുട്ടിത്തകരാതെ കാക്കുമായിരുന്നു അദ്ദേഹം. ദൂരെ നിന്ന് തന്നെ കപ്പലുകൾ ആ വെളിച്ചം കണ്ട് പാറകല്ലുകൾ ഉണ്ടെന്നറിഞ്ഞ് വഴിമാറി പോകുമായിരുന്നു.
ലൈറ്റ് ഹൗസ് കാവൽക്കാരൻ്റെ കയ്യിൽ ആ വലിയ വിളക്ക് കൊളുത്തുവാൻ വേണ്ട എണ്ണയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു ദിവസം അടുത്തുള്ള ഒരാൾ വന്ന് വാതിലിൽ മുട്ടിയിട്ട് പറഞ്ഞു, കുറച്ച് എണ്ണ തരുമോ എൻ്റെ വീട്ടിലെ തീ കത്തിക്കുവാൻ? ലൈറ്റ് ഹൗസ് കാവൽക്കാരൻ കുറച്ച് എണ്ണ കൊടുത്തു. വേറൊരു ദിവസം ഒരു വഴിയാത്രക്കാരൻ വന്നു വാതിലിൽ മുട്ടിയിട്ട് പറഞ്ഞു, കുറച്ച് എണ്ണ തരുമോ എൻ്റെ വിളക്ക് കത്തിച്ച് എനിക്ക് മുന്നോട്ട് പോകുവാനായി? ലൈറ്റ് ഹൗസ് കാവൽക്കാരൻ സമ്മതിച്ചു. കുറച്ച് എണ്ണ അയാൾക്കും കൊടുത്തു. പിറ്റേ ദിവസം ഒരു അമ്മ വന്നു വാതിലിൽ മുട്ടിയിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ കുറച്ച് എണ്ണ തരുമോ? അതിനും സമ്മതിച്ചു. അങ്ങനെ പലരും വരികയും അയാൾ എല്ലാവർക്കും എണ്ണ കൊടുക്കുകയും ചെയ്തു. ഒരു ദിവസം നോക്കിയപ്പോൾ വിളക്ക് കത്തിക്കുവാനുള്ള എണ്ണ തീർന്നിരിക്കുന്നു. ലൈറ്റ് ഹൗസിൻ്റെ വിളക്ക് കെട്ടുപോയി. ഒളിഞ്ഞിരിക്കുന്ന അപകടമറിയാതെ ധാരാളം കപ്പലുകൾ ആ കൂറ്റൻ കല്ലുകളിൽ ഇടിച്ചു തകർന്നു. എത്രയോ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു. ഇതെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ആ ലൈറ്റ് ഹൗസ് കാവൽക്കാരൻ അയാളുടെ പ്രധാന ജോലി എന്താണെന്നുള്ളത് മറന്നുപോയി. നമ്മൾ എല്ലാം വളരെ തിരക്കിട്ട ജീവിതമാണ് നയിക്കുന്നത്. ആ ലൈറ്റ് ഹൗസ് കാവൽക്കാരൻ ചോദിക്കുന്നവർക്കെല്ലാം എണ്ണ കൊടുത്തുകൊണ്ടിരുന്ന പോലെ നമ്മൾ കുറച്ച് സമയം ജോലിക്ക് കൊടുക്കും, കുറച്ച് സമയം നമ്മുടെ കുടുംബത്തിന് കൊടുക്കും. പക്ഷേ അതേ സമയത്ത് കുറച്ച് സമയം നമ്മൾ നമ്മുടെ സാധനയ്ക്കായും മാറ്റിവെക്കണം. കുറച്ച് സമയം നമുക്ക് ഉള്ളിലേക്ക് തിരയാനായി വേണം. നമ്മുടെ ഉള്ളിലേക്ക് തിരഞ്ഞ് ആ ദിവ്യതയിലേക്ക് ഉള്ളിലെ ഈശ്വരനുമായി നമ്മൾ ട്യൂൺ ചെയ്യണം. അതാണ് നമ്മൾ നമ്മുടെ ബാറ്ററി റീചാർജ് ചെയ്യുന്ന സമയം. അവിടെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ നമുക്ക് ഒരു നല്ല മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും നമ്മൾ കഷ്ടപ്പെടും. ലൈറ്റ് ഹൗസ് വിളക്ക് അണഞ്ഞപ്പോൾ ആ കപ്പലുകൾ ഇടിച്ചു തകർന്ന പോലെ. ഉദാഹരണത്തിന്, ക്ഷമയും സ്നേഹവും മനസ്സിലില്ലാതെ നാം ഉണ്ടാക്കുന്ന തീരുമാനങ്ങളും പ്രതികരണങ്ങളും കൂറ്റൻ പാറകല്ലുകളെ പോലെ നമ്മുടെ പല ബന്ധങ്ങളും തകർക്കും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആശ്രമത്തിൽ ചേർന്നതിന് ശേഷം അമ്മയുടെ കൂടെ ഒരു യൂറോപ്പ് ടൂറിന് പോയിരുന്നു. എൻ്റെ സേവ ബുക്ക് സ്റ്റോറിലായിരുന്നു. ഞാൻ ഏത് നേരവും ബുക്ക് സ്റ്റോറിൽ പോയിരിക്കും, സഹായിക്കാമെന്ന് വിചാരിച്ച്. കുളിക്കും, കഴിക്കും, ഉറങ്ങും. അതല്ലാതെ എൻ്റെ സാധനയ്ക്ക് ഞാൻ സമയം മാറ്റിവെച്ചതേയില്ല. ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് ബുക്ക് സ്റ്റോളിൽ ഇരിക്കുകയായിരുന്നു. ക്ഷീണം തോന്നി, മൂഡ് ഓഫായി ഞാൻ ഇരുന്നു. ഒരു സ്ത്രീ വന്നു ഒരു പുസ്തകം വാങ്ങണമെന്ന് പറഞ്ഞു. ഓരോ ബുക്കിനും ഓരോ കോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കോഡ് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ എന്നെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞു, വില ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, 5 യൂറോസ് എന്ന്. ഞാൻ ക്ഷമയോടെ പ്രസന്നതയോടെ അവരോട് മറുപടി പറയേണ്ടത് ഇങ്ങനെയായിരുന്നു, ഞാൻ വില അല്ല, കോഡാണ് തേടുന്നത്. അതിന് പകരം ഞാൻ ചെറിയ നീരസത്തോടെ അക്ഷമയോടെ മറുപടി പറഞ്ഞു. അപ്പോൾ ഞാൻ ഉള്ളിൽ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എൻ്റെ ജോലി ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നത്? പുസ്തകം വാങ്ങിച്ചു അവിടുന്ന് പോകുമ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് അമ്മയുടെ ദർശനവും ആലിംഗനവും ലഭിക്കട്ടെ, നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അവർ പോയതിനു ശേഷം ഞാൻ നമ്മുടെ അമ്മയെ നോക്കി. അമ്മ ദർശനം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒരു നറുപുഷ്പത്തിൻ്റെ സൗന്ദര്യത്തോടെ അമ്മ മണിക്കൂറുകളായി ഓരോരുത്തർക്കും വേണ്ട സമയം കൊടുത്ത് അവരോട് സംസാരിച്ച് ആലിംഗനം ചെയ്ത് ഉമ്മ വെച്ച് വിടുന്നു. എൻ്റെ പെരുമാറ്റം ഓർത്തു എനിക്ക് ലജ്ജ തോന്നി. അമ്മയുടെ ഓരോ നിമിഷവും മറ്റുള്ളവർക്ക് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്നു. എനിക്കാണെങ്കിലോ ഒരു വ്യക്തിയോട് പോലും മര്യാദയോടെ ക്ഷമയോടെ പെരുമാറാൻ സാധിച്ചില്ലല്ലോ. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ അക്ഷമ ക്ഷീണം മൂലമാണ്. കാരണം കൂടുതൽ സേവ ചെയ്യുവാനുള്ള എൻ്റെ ആവേശത്തിൽ അമ്മയുടെ ഒരു ഉപദേശം ഞാൻ മറന്നുപോയി. മധ്യമ മാർഗത്തിലൂടെ മുന്നോട്ട് പോവുക. എന്തിലും ഏതിലും ബാലൻസ് വേണം. അമ്മ എപ്പോഴും ആ പരമാത്മബോധത്തിൽ നിലകൊള്ളുന്നു. പുറമേ ഏത് നേരവും ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലെ ആ പരമാനന്ദത്തിൽ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ. നമുക്ക് ഒരു ബാലൻസ് വേണം. നമ്മുടെ തിരക്കുള്ള ജീവിതത്തിനിടയിലും
നമുക്ക് ഉള്ളിലേക്ക് തിരിയാനും ഉള്ളിലെ ആ നിശബ്ദത കണ്ടെത്തുവാനും സമയമുണ്ടാക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തികൾ ഭംഗിയായി ചെയ്യുവാനാവില്ല. ഈ സംഭവത്തിന് ശേഷം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി കുറച്ച് നേരമെങ്കിലും എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്ന് സാധന ചെയ്യാൻ. ആ ഒരു ഏകാന്തത എനിക്ക് നൽകിയ ശക്തിയിൽ ഞാൻ കൂടുതൽ ക്ഷമയോടെ ബോധത്തോടെ എൻ്റെ സേവ ചെയ്യാനും മറ്റുള്ളവരോട് ഇടപഴകുവാനും തുടങ്ങി. നന്നായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിക്കണം. കാരണം നമുക്ക് മനോബലവും മനസ്സന്തുലിതയും ആവശ്യമാണ് പക്വതയോടെ ഓരോ സന്ദർഭവും നേരിടാനായി. അതിന് നല്ലവണ്ണം അഭ്യാസവും വേണം. സാധനയാണ് ആ പരിശീലനം. നമുക്ക് സാധന ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നത് നമുക്ക് വണ്ടി ഓടിക്കാൻ മാത്രമേ സമയമുള്ളൂ, ഡീസൽ നിറയ്ക്കുവാനായി നിർത്താൻ സമയമില്ല എന്ന് പറയുന്ന പോലെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ വണ്ടി നിന്നു പോകും. യോഗസൂത്രങ്ങളുടെ വ്യാഖ്യാനത്തിൽ പതഞ്ജലി പറയുന്നു, ചേതസഃ സംപ്രസാദഃ സാഹി ജനനി ഇവ കല്യാണി യോഗിനം പാതി. ആരോഗ്യമുള്ള ശാന്തമായ ഒരു മനസ്സ് നമ്മെ എപ്പോഴും സംരക്ഷിക്കും, ഒരു അമ്മയെപ്പോലെ. നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം, അതിനുള്ള അച്ചടക്കവും ലക്ഷ്യബോധവും നമുക്ക് ലഭിക്കട്ടെ എന്ന്. ഓം അമൃതേശ്വരിയേ നമഃ. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. മാം സമാനസ്യ സമുത്ഥിതോഗ്രതോ നൃസിംഹരൂപസ്തദലം ഭയാനകം പ്രധസ്തചാമീകരചണ്ഡലോചനം സ്ഫുരച്ഛടാകേസര ജൃംഭിതാനനം കരാളദംഷ്ട്രം കരവാളചഞ്ചലക്ഷുരാന്തജിഹ്വം ഭൂഗഡീമുഖോൽപണം